DLED 4ാം സെമസ്റ്റർ സാമൂഹ്യശാസ്ത്രം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയുള്ള സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൻ്റെ സമ്മറിയുടെ 3ാം പാർട്ടാണിത്. ക്ലാസ് 7ൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ എല്ലാ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട സംഗ്രഹം മാത്രം ചേർത്തിട്ടുള്ള PDF ആണിത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 13-12ഓളം പാഠങ്ങൾ കടന്നു പോകേണ്ടതുകൊണ്ട് എല്ലാ ആശയങ്ങളും വളരെ ചുരുക്കിയാണ് പറയുന്നത്. അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി മാത്രം വിശദീകരിച്ച് പറയുന്നതാണ്. 1ാമത്തെ അധ്യായത്തിൻ്റെ പേര് 7ാം ക്ലാസ്സിലേത് യൂറോപ്പ് പരിവർത്തന പാതയിൽ. അതിൽ ഹഗിയ സോഫിയയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 1ാമത്തെ പേജ് തന്നെ ഉണ്ട്. ലോക ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഇത്. AD 6ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിൽക്കുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് 1453-ലാണ്. നവോത്ഥാനത്തെപ്പറ്റിയും പെട്രാർക്ക്, ദാന്തെ, ബൊക്കാച്ചിയോ, സെർവാന്തെ, ഇറാസ്മസ് മുതലായിട്ടുള്ള നവോത്ഥാന ചിന്തകന്മാരെ പറ്റിയുമൊക്കെയുള്ള അധ്യായമാണിത്. പ്രധാനപ്പെട്ട ആശയങ്ങൾ: നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. മാനവികത നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. സാഹിത്യം, കല, ശാസ്ത്രം, മതം എന്നീ രംഗങ്ങളിൽ നവോത്ഥാനം സ്വാധീനം ചെലുത്തി. കടൽ വഴിയുള്ള കച്ചവടപാതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി യൂറോപ്യന്മാർ പല ഭൂഖണ്ഡങ്ങളിലും എത്തിച്ചേരുകയും ചെയ്തു. വ്യവസായ വിപ്ലവം ഉൽപ്പാദന രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നവോത്ഥാനത്തെ കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്ക്. പിന്നെ പ്രധാനപ്പെട്ട ചിത്രകലാകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊന്നാണ് മൊണാലിസ, അവസാനത്തെ അത്താഴം എന്നിവ. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് വരുന്നത് മൊണാലിസ വരയ്ക്കപ്പെട്ടത് AD 1503-നും 1505-നും ഇടയിലാണെന്നാണ് പറയപ്പെടുന്നത്. നവോത്ഥാന ശാസ്ത്രത്തിൽ പറയുമ്പോൾ കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. 1439-ൽ ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹാനസ് ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. വ്യവസായ വിപ്ലവമൊക്കെ നവോത്ഥാന കാലത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. ഇവയെല്ലാം നോക്കി വയ്ക്കുക. 2ാമത്തെ അധ്യായം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അതിലെ പ്രധാനപ്പെട്ട സംഗ്രഹങ്ങൾ പറയുന്നത്: കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയുമായിരുന്നു നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായും മാറിയത്. കോഴിക്കോടാണ് ഇവർ ആദ്യമായി വന്നത്. പോർച്ചുഗലിൽ നിന്ന് 1498 മെയ്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡ ഗാമയാണ് വന്നിറങ്ങിയത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. അദ്ദേഹം വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സ്ഥലങ്ങളെല്ലാം ഒരുക്കി നൽകുകയും പിന്നീട് പോർച്ചുഗീസുകാരെ നമ്മൾ വിളിച്ചിരുന്നത് പറങ്കികളെന്നാണ്. അവരുടെ സംഭാവനയാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാര്യങ്ങൾ. പോർച്ചുഗീസുകാരാണ് അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം കൊണ്ടുവന്നതും. പിന്നീട് ഡച്ചുകാർ, അതിനു മുമ്പ് ഒരു പോയിന്റ് ഉള്ളത്, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാർമാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. ഡച്ചുകാർ കൊച്ചി, കൊല്ലം എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഡച്ചുകാരുടെ പ്രധാന ഭരണകേന്ദ്രം. 1741-ലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ലന്തക്കാർ എന്നും ഡച്ചുകാരെ വിളിച്ചിരുന്നു. ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം.
മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. അതിനുശേഷം വന്നത് ഇംഗ്ലീഷുകാർ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അതിനുശേഷം നടന്നതെല്ലാം വളരെ വിശദമായിട്ടുള്ള ചരിത്രമാണ്. ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങളെപ്പറ്റിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലെത്തിയതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇതിനെയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അധ്യായത്തിൻ്റെ പേരാണ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തു നിന്ന കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ആശയങ്ങൾ: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കി. യാതനകൾ നേരിട്ട കർഷകർ, കരകൗശല തൊഴിലാളികൾ, പ്രഭുക്കന്മാർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. പ്രധാനപ്പെട്ട പഠന നേട്ടങ്ങൾ: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ ജനജീവിതം ദുരിതപൂർണമാക്കിയെന്ന് വ്യക്തമാക്കുന്നു. കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞ് പ്രസ്താവിക്കുന്നു. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കുന്നു. റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി വന്നത്. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. ഓക്കെ, പിന്നീട് കലാപങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കലാപങ്ങളിലൊന്ന് ഫക്കീർ കലാപം, സന്യാസി കലാപവും ഒക്കെയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്നതാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. സാന്താൾ കലാപം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കൻഹുവും ആയിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾ പ്രധാനപ്പെട്ട കലാപങ്ങളിൽ ഒന്നാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് കേരളത്തിലെ കലാപങ്ങൾ. പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തു. ഇതിനെയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇത്തരം ദയനീയമായ അവസ്ഥയിൽ നിന്നും ആണ് ആദ്യത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രധാനപ്പെട്ട കലാപകാരികൾ താന്തിയ തോപ്പി, ബീഗം ഹസ്രത്ത് മഹൽ, ഝാൻസി റാണി, നാനാ സാഹിബ്, ബഹദൂർ ഷാ രണ്ടാമൻ, മംഗൾ പാണ്ഡെ എന്നിവരായിരുന്നു. ഓരോരുത്തരുടെ സ്ഥലങ്ങൾ പറയാം. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിഭായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ
കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. അടുത്ത അധ്യായമാണ് ഇന്ത്യ പൊതുയുഗത്തിലേക്ക്. പ്രധാനപ്പെട്ട ആശയങ്ങൾ: ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫുലെ, പണ്ഡിത രമാഭായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ നിലനിന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റായ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ജ്യോതിറാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. പണ്ഡിത രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയിരുന്നു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇത് പറഞ്ഞതും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. പിന്നീട് മിതവാദികളെപ്പറ്റിയും തീവ്രവാദികളെപ്പറ്റിയും ഗാന്ധിയൻ കാലഘട്ടത്തെ പറ്റിയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ സാഹിത്യ സൃഷ്ടികളിലൂടെയാണ് സമരം ചെയ്തതും സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ടതും. സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. സൂറത്ത് പിളർപ്പ് എന്ന് പറയുന്നത്. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. അടുത്തത് ആനി ബസന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. 1916 ഹോം റൂൾ ആരംഭിച്ചത്. ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. അടുത്ത അധ്യായത്തിൻ്റെ പേര് സാമ്പത്തിക സ്രോതസ്സുകൾ. 5ാമത്തെ അധ്യായമാണിത്. പ്രധാനപ്പെട്ട ആശയങ്ങൾ: പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായകമാകുന്നു. ഇനി പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന് മനസ്സിലാക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇതറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കും. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു.
സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇത് സേവന മേഖല എന്നും പറയുന്നു. ഇതിനെപ്പറ്റി ജനറലായിട്ട് അറിഞ്ഞിരിക്കുക, പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചോദിക്കാം. CSO എന്നാൽ എന്ത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് CSOയുടെ ഫുൾ ഫോം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. പ്രധാനപ്പെട്ട ചുമതലകൾ: സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത: ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 പാർലമെന്റ് അംഗീകരിച്ചു. പ്രത്യേകതകൾ: ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. അടുത്ത അധ്യായത്തിൻ്റെ പേര് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഭാഗത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: ആധുനിക യുഗത്തിൽ ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വിവിധങ്ങളായ ഭൂപടങ്ങൾ നിരവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ഭൂപട നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗതി പ്രാപിച്ചത്. ഭൂപടങ്ങളുടെ ചരിത്രം മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ്. ഭൂപടങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖാംശ രേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ. ഇവിടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക. ഫെർഡിനാൻഡിൻ്റെ മകനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക. ഇവർ രണ്ടുപേരാണ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സമുദ്ര സഞ്ചാരികൾ. ക്രിസ്റ്റഫർ കൊളംബസും ഫെർഡിനാൻഡ് മഗല്ലനും. ആദ്യ ഭൂപടം വരച്ചത്: ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത്. അടുത്തതായിട്ട് ഭൂപടശാസ്ത്രം. കാർട്ടോഗ്രഫി എന്നാണ് ഭൂപടശാസ്ത്രത്തിൻ്റെ ഫുൾ ഫോം. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ എന്നതിന് മാപ്പ്, ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത അധ്യായത്തിൻ്റെ പേരാണ് ഭൂമിയും ജീവലോകവും. പ്രധാനപ്പെട്ട ആശയങ്ങൾ: ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിൻ്റെ ആവരണമാണ് വായുമണ്ഡലം. സമുദ്രത്തിലും കരയിലും വായുവിലുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളെയും ആശ്രയിച്ചാണ് ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പ്. മനുഷ്യൻ നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങളെ ബാധിക്കുന്നുണ്ട്. ജപ്പാനിലൊരു സംഭവമാണ് ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോഴത്തെ വായുമലിനീകരണം വളരെയധികം കൂടുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി വയ്ക്കുക. വിവിധ മണ്ഡലങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുക. അടുത്ത അദ്ദേഹത്തിൻ്റെ പേര് നവകേരള സൃഷ്ടിക്കായി. നവകേരള സൃഷ്ടിക്കായി പ്രധാനപ്പെട്ട ആശയങ്ങൾ: കേരളത്തിൽ അനേകം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. ജാതി വ്യവസ്ഥയ്ക്കും വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ അനേകം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, മക്തി തങ്ങൾ, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, VD ഭട്ടതിരിപ്പാട് മുതലായവർ കേരളത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി കൂടുതൽ വിശദീകരിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. മിഷണറി പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കുക. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇവയെപ്പറ്റി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് വേണ്ടവർ പാഠഭാഗത്ത് മനസ്സിലാക്കിയാൽ മതിയാവും. ഇത് ജസ്റ്റ് സമ്മറി മാത്രമാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇത് ഗാന്ധിയൻ ഫേസിൽ ഉൾപ്പെടുന്ന ഒരു അധ്യായമാണ്. ഇതിലെ പ്രധാനപ്പെട്ട സംഗ്രഹം വരുന്നത്: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാം ഘട്ടം 1919 മുതൽ 1947 വരെ.
1919 മുതൽ 1947 വരെ ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ ഫേസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗാന്ധിജിയുടെ നേതൃത്വം സുപ്രധാന പങ്ക് വഹിച്ചു. സത്യം, അഹിംസ എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രധാന ബഹുജന മുന്നേറ്റങ്ങളായിരുന്നു. അയിത്തോച്ചാടനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടന്നത്. ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായ പല സമരരീതികളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. സായുധ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാം എന്ന ലക്ഷ്യത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ഈ പാഠഭാഗങ്ങളിലെ വർഷങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ സമരങ്ങൾ നടന്ന വർഷങ്ങളും പഠിച്ചു വയ്ക്കണം. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ടൈം ലൈൻ ചോദിക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. 1915 ജനുവരി 9. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം. ഓക്കെ. ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉദ്ധം സിംഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനം 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്. അതെന്താണെന്ന് പറഞ്ഞാൽ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. മൗലാന മുഹമ്മദ് അലി ഇവരെ അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നു. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കി എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. കലാപം നടന്നത് 1921 മലബാർ കലാപം 1921. 1921 വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. ചൗരി ചൗര സംഭവം 1922. 1922. വൈക്കം സത്യാഗ്രഹം 1924. 1924 വൈക്കം സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം 1930 ഏപ്രിൽ 6 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. മെയിനായിട്ട് ഈ സമരങ്ങളെ പറ്റിയും അവയുടെ വർഷങ്ങളെ പറ്റിയും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ അധ്യായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അടുത്ത അധ്യായം നമ്മുടെ ഭരണഘടന. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ: ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങളുടെയും തത്വങ്ങളുടെയും സംഹിതയാണ് ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ ലോകരാജ്യങ്ങളിലുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഭരണഘടന വിശദീകരിക്കുന്നു. ഭരണഘടനയിൽ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമാണ് ഭേദഗതി എന്നറിയപ്പെടുന്നത്. ഈ അധ്യായം വളരെ വിശദീകരിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ഈ അധ്യായത്തിൻ്റെ 2% പോലും ആകുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത അധ്യായം വ്യക്തിയും സമൂഹവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. അതിൻ്റെ സംഗ്രഹം പറയുന്നത്:
ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി സമൂഹത്തിലെ പല സംഘങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. സമൂഹമാണ് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം. സാമൂഹ്യ ബന്ധങ്ങളുടെ ജാലികയാണ് സമൂഹം. വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങളാണ്. വ്യക്തികൾ സമൂഹത്തിൻ്റെ മാറ്റത്തിലും വളർച്ചയിലും സ്വാധീനം ചെലുത്തുന്നു. സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് സാമൂഹ്യ ജീവിയാവാൻ സാധ്യമല്ല. സമുദായം, കമ്മ്യൂണിറ്റി, സമാജം, അസോസിയേഷൻ തുടങ്ങിയ സാമൂഹിക സംഘടനകൾ വ്യക്തിയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. വ്യക്തികൾ സംഘത്തിൻ്റെ സമ്പ്രദായക്രമങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവയാണ് സാമൂഹീകരണത്തെ പ്രധാനമായും സഹായിക്കുന്നത്. അടുത്ത അദ്ദേഹത്തിൻ്റെ പേര് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. ഇതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ: നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായ സൂര്യനിൽ നിന്ന് സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്ന ഊർജ്ജം ഭൗമോപരിതലത്തെ ചൂടാക്കുന്നു. ചൂടുപിടിച്ച ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു. അന്തരീക്ഷ താപം എല്ലായിടത്തും ഒരുപോലെയല്ല. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യത്യാസം, കാറ്റ്, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ചില മനുഷ്യപ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമാക്കി ബാധിക്കുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയൊക്കെ നമുക്ക് വിശദീകരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയിലൂടെ. 13ാമത്തെ അധ്യായമാണ് ഇന്ത്യയിലൂടെ. ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യം പുലർത്തുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ത്യയിലെ കാർഷിക വൈവിധ്യത്തിന് അടിസ്ഥാനം. ഇന്ത്യയിലെ ഭൗതിക വൈവിധ്യങ്ങൾ ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നു. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് കാരണം ഈ ഭൗതിക സവിശേഷതകളാണ്. ഇത്രയുമാണ് 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലെ സമ്മറി. ഇത് നമുക്ക് 7ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. ഈ പോയിന്റ്സ് കേട്ട് കഴിഞ്ഞാൽ ആ പാഠം മുന്നേ പഠിച്ചിട്ടുള്ളതോ പഠിപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു അധ്യാപകന് മാത്രമേ വിശദീകരിച്ച് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഓർമ്മ നിലനിർത്താനോ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ഇതൊന്നും മനസ്സിലാക്കിയതിന് ശേഷം അത്യാവശ്യം വേണ്ടുന്ന ഭരണഘടനയുടെ പോയിന്റ്സ് എല്ലാം നോക്കി വയ്ക്കുക, കാലാവസ്ഥയെപ്പറ്റി മനസ്സിലാക്കി വയ്ക്കുക, ഭൂമിയുടെ ആകൃതി, ഭൂമിശാസ്ത്രം എന്നിവ മനസ്സിലാക്കി വയ്ക്കുക, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, പ്രധാനപ്പെട്ട സമരങ്ങൾ എന്നിവ മനസ്സിലാക്കി വയ്ക്കുക, സ്വാതന്ത്ര്യ സമരം, ഗാന്ധിയൻ ഫേസ് മുതലായവയും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന കാലഘട്ടം, ആ സമയത്തെ സാഹിത്യകാരന്മാർ, ലിയനാർഡോ ഡാവിഞ്ചി അങ്ങനെയുള്ള കലാകാരന്മാർ, ആ സമയത്തുള്ള യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം എല്ലാം, ശാസ്ത്ര പുരോഗതി എന്നിവയെല്ലാം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം 7ാം ക്ലാസ്സിൻ്റെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ പഠനനേട്ടം വെച്ച് ടീച്ചർമാരിലും തരാൻ കഴിയും. ഇത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള സമ്മറിയാണ്. വിശദീകരിച്ചുള്ള ക്ലാസ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്.